നിദ്ര പെൺപിള്ളേരുടെ റൂമിലേക്ക് ചെല്ലുമ്പോൾ ചക്ക വെട്ടിയിട്ട് ഇതുപോലെ നിരന്ന് കിടക്കുന്നുണ്ട് നാലും അവൾക്ക് ചിരി വന്നുപോയി. അല്ലെങ്കിലും വീക്കെൻഡായ 10 മണി കാണാതെ പെൺപിള്ളേർ വെളിച്ചം കാണില്ല. നിദ്ര മെല്ലെ നടന്ന് താഴേക്ക് ചെന്നപ്പോൾ അടുക്കളയിൽ ശബ്ദം കേട്ടു. ഗായത്രി ദേവി ഭവാനിയോടും ഭാർഗവിയോടും കുശലം പറഞ്ഞ് എന്തൊക്കെയോ ചെയ്തു നിൽപ്പുണ്ട് അവിടെ. നിദ്രയ്ക്ക് അമ്മയുടെ മുഖത്ത് നോക്കാൻ നാണക്കേട് തോന്നിയിരുന്നു. അവർക്കറിയാമല്ലോ രാത്രി അവൾ അവിടെയാണ് കിടന്നതെന്ന്. നിദ്ര പിന്നിൽ ചെന്നവരെ കെട്ടിപ്പിടിച്ച് കവളിൽ അമർത്തി ഉമ്മ വെച്ചപ്പോൾ ഗായത്രി ദേവി ഞെട്ടിത്തിരിഞ്ഞു. ആഹാ, നീ എണീറ്റോ? ഈ നേരമായിട്ടും കാണാഞ്ഞ് ഞാൻ വിചാരിച്ചു ഇനി ഉച്ചയാകുമെന്ന്. കള്ളച്ചിരിയോടെ ഗായത്രി പറയുന്നത് കേട്ട് അവളുടെ മുഖത്ത് നാണം വിരിഞ്ഞു. പോ അമ്മേ. രഹസ്യം പറയുന്നത് പോലെ നിദ്ര അവരെ ശാസിച്ചപ്പോൾ ഗായത്രി ദേവിക്ക് ചിരി വന്നുപോയി. മോളുടെ കുളിയൊക്കെ കഴിഞ്ഞില്ലേ രാവിലെ? നിദ്രമോളിപ്പോൾ മുഖത്ത് നല്ല പ്രസാദം വന്നിട്ടുണ്ട്. രുദ്രമോനെ കണ്ടതുകൊണ്ടാകുമല്ലേ? ഭവാനി ചേച്ചി ചോദിച്ചത് കേട്ട് അവളുടെ മുഖം ഒന്നുകൂടെ ചുവന്നു. നിദ്ര ഒന്നും മിണ്ടാതെ അമ്മയുടെ അരികിൽ നിന്ന് അവരെ സഹായിക്കുന്നത് പോലെ നിന്നു. ശീലങ്ങളൊന്നും മാറിയില്ല കുഞ്ഞിൻ്റെ അല്ലേ? രാവിലെ തന്നെ കുളിയും കഴിഞ്ഞ് അമ്മയോടൊട്ടാൻ വന്നല്ലോ. ഇനി എന്നാ മോള് തിരികെ പോകുന്നത്? ഭാർഗവി ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയാൻ നിദ്ര ഒരുങ്ങിയതും പിന്നിൽ നിന്നും അതിൻ്റെ മറുപടി വന്നു. അവളിനി പോകുന്നില്ല ഭാർഗവി ചേച്ചി, ഇവിടെ തന്നെ നിന്നോട്ടെന്നേ. ഇനി എന്തിനാ തിരികെ പോയിട്ട്? രുദ്രൻ്റെ സ്വരം കേട്ട് ഞെട്ടിത്തിരിഞ്ഞു നോക്കുമ്പോൾ അവളെ കുറുമ്പോടെ നോക്കി നിൽക്കുന്നവനെ രുദ്രനെ കണ്ട് നിദ്ര വെപ്രാളത്തിൽ മുഖം തിരിച്ചു. ഗായത്രി ദേവി നോക്കുമ്പോൾ അവൻ അടുക്കള വാതിൽ ചാരി അവളുടെ രക്തവും ഊറ്റിക്കുടിച്ച് നിൽപ്പാണ്. അത് നന്നായി മോനെ, നിദ്രമോളില്ലാത്തപ്പോൾ മോനുഷാറുമില്ലാത്ത പോലെയാ, ഭവാനി പറഞ്ഞു. അത് സത്യമാ ചേച്ചി, ഇന്നലെയാണ് എനിക്കിത്തിരി ഉഷാറ് തിരിച്ചു കിട്ടിയത്. വഷളത്തരം വെച്ച് രുദ്രൻ പറയുന്നത് കേട്ട് നിദ്ര അവനെ കൂർപ്പിച്ചു നോക്കി. ഗായത്രി ദേവിയുടെ മുന്നിൽ നിന്ന് അവൻ അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടപ്പോൾ അവൾക്കാകെ വല്ലാതെയായി. ഞാനേ അവരൊക്കെ ഉണർന്നു ഒന്ന് നോക്കിയിട്ട് വരാമേ. അവൻ്റെ മുന്നിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി നിദ്ര പറഞ്ഞു. ഗായത്രി ദേവി ചിരി കടിച്ച് പിടിച്ച് തലയാട്ടിയപ്പോൾ നിദ്ര ഉടൻ അവിടെ നിന്നും വാതിൽക്കരയ്ക്ക് നീങ്ങി. അവൾക്ക് വഴി തടസ്സം നിന്നുകൊണ്ട് അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി അവളെ പറഞ്ഞു വിടാതായപ്പോൾ നിദ്ര അവൻ്റെ നെഞ്ചിൽ തള്ളി ഒരൊറ്റ ഓട്ടം വെച്ചു കൊടുത്തു. ആങ്ങി തൂങ്ങി രുദ്രൻ അമ്മയുടെ നേർക്ക് ചെന്നിട്ട് അവരെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്തു. അവൾക്ക് പിന്നാലെ അവനും വലിയാൻ തുടങ്ങുകയായിരുന്നു. ചെല്ല് ആക്കി ചിരിച്ചുകൊണ്ട് ഗായത്രി ദേവി പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് നേരെ കണ്ണിറുക്കി കാണിച്ച് രുദ്രൻ ഹാളിലേക്ക് ചെന്നു. അവൾ പടികൾ കയറി അവരുടെ മുറിയിലേക്ക് പോകുന്നത് കണ്ടവൻ നിരാശനായി. അപ്പോഴാണ് ഡേവിഡ് അങ്ങോട്ടേക്ക് വന്നത്. ഗുഡ് മോർണിംഗ് സൂപ്പർ സ്റ്റാർ. കൈ ഉയർത്തി സലാം കാണിച്ചുകൊണ്ട് ഡേവിഡ് പറയുന്നത് കേട്ടപ്പോൾ രുദ്രൻ്റെ മുഖം മുറുകി. അവൻ്റെ ചിരിയും സംസാരവും ഒന്നും രുദ്രന് പിടിച്ചിരുന്നില്ല. രുദ്രൻ ഞൊടിയിടയിൽ കാറ്റ് പോലെ അവൻ്റെ നേർക്ക് പാഞ്ഞ് ഡേവിഡിനെ ഭിത്തിയോട് ചേർത്തമർത്തി അവൻ്റെ നെഞ്ചിന് കുറുകെ കൈവച്ചമർത്തി. ഡേവിഡ് രുദ്രൻ്റെ ആ പ്രതീക്ഷിക്കാത്ത ഭാവം കണ്ട് ഞെട്ടിയിരുന്നു. ദേഷ്യം കൊണ്ട് ചുവന്ന് കത്തുന്ന ഒരു സൂര്യനെ പോലെ രുദ്രൻ അവൻ്റെ നേരെ കണ്ണുകൾ കൂർപ്പിച്ചു നോക്കി. ഭയം തോന്നുന്നുണ്ടായിരുന്നപ്പോൾ ഡേവിഡിന്, അവൾ എൻ്റെ പെണ്ണ, മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും എല്ലാം. ഇനി നിന്റെ നോട്ടം പോലും അവളിൽ പതിച്ച നിന്റെ ശവം പോലും ആരും കാണില്ല. വേഗം പെട്ടിയും കിടക്കെടുത്ത് സ്ഥലം വിട്ടോ. മുരണ്ടുകൊണ്ട് പറയുന്നവൻ്റെ കണ്ണുകളിലേക്ക് തന്നെ ഡേവിഡ് നോക്കി. പല സിനിമകളിലും കാണുന്നതിനേക്കാൾ തീവ്രതയിൽ അവൻ്റെ ദേഷ്യം കഴുത്തിലെയും മുഖത്തെയും ഞരമ്പുകൾ വലിഞ്ഞു മുറുകി. അത്രയ്ക്ക് അവൻ്റെ പെണ്ണിനെ അവൻ ആർക്കും വിട്ടുകൊടുക്കില്ലെന്ന് തെളിയിക്കും പോലെ. ഇന്ന് തന്നെ, രുദ്രൻ ബാക്കി കൂടി പറഞ്ഞ് അവസാനിപ്പിച്ചുകൊണ്ട് അവൻ്റെ ദേഹത്തു നിന്നും കൈയെടുത്തു. ഇരുമ്പിൻ്റെ എന്തോ ഒരു കൂടം ദേഹത്ത് വന്ന് പതിച്ചകന്നു മാറിയതുപോലെയാണ് ഡേവിഡിന് അനുഭവപ്പെട്ടത്. അവനാകെ വിയർത്തു പോയിരുന്നു. എന്താ ഇവിടെ? അപ്പോഴേക്കും മഹാദേവൻ അങ്ങോട്ടേക്ക് വന്നിരുന്നു. രുദ്രൻ്റെ മുഖം അപ്പോഴും കടുത്തു തന്നെയിരുന്നു. ഒന്നുമില്ലെങ്കിൽ സൂപ്പർ സ്റ്റാറിന് ഭാര്യയെ തിരിച്ചു വേണമെന്ന് പറയുകയായിരുന്നു. ഡേവിഡ് ഒരു ചിരിയോടെ ഷർട്ട് കുടഞ്ഞ് നേരെ നിന്ന് പറയുന്നത് കേട്ടപ്പോൾ ഞെട്ടലോടെ രുദ്രൻ മുഖം ഉയർത്തി അച്ഛനെ ഒന്ന് നോക്കി. മഹാദേവൻ്റെ മുഖത്ത് സംശയത്തിൻ്റെ വിള്ളലുകൾ തെളിഞ്ഞു. അപ്പോഴേക്കും ബഹളം കേട്ട് ഗായത്രി ദേവിയും മുകളിൽ നിന്ന് പെൺപടകളും അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. നിദ്ര വിളറിയ മുഖത്തോടെ രുദ്രനെ തന്നെ നോക്കുന്നുണ്ട്. അവൻ കൈ കാണിച്ച് അവളെ വിളിച്ചതും ആരെയും നോക്കാതെ കാറ്റുപോലെ ചെന്നവൾ അവൻ്റെ മാറിൽ ചേർന്നൊട്ടി. ഒരു ചെറിയ തിരിയിളക്കം പോലെ പെൺകുട്ടികളിൽ നിന്ന് ശബ്ദമുയർന്നു താഴ്ന്നു. അവരെല്ലാം ആ കാഴ്ച കണ്ട് രോമാഞ്ചമണിഞ്ഞ് നിൽക്കുകയാണ്. രുദ്രൻ്റെ മുഖമാകെ കറുത്തു തന്നെയാണ്. അവൻ്റെ ഹൃദയമിടിപ്പ് ഉയരുന്നത് ശ്രവിച്ചവൻ്റെ നെഞ്ചിൽ പറ്റിച്ചേർന്ന് കിടക്കുമ്പോൾ തീരെയും ഭയം തോന്നിയില്ല നിദ്രയ്ക്ക്.
ഞാൻ ഇവളെ ഉപേക്ഷിച്ചിട്ടൊന്നുമില്ല. വേറെ ആർക്കൊപ്പം അവൾ പോവുകയുമില്ല. അച്ഛൻ ഇവളുടെ കാര്യത്തിൽ മാത്രം എന്നോട് ഇതുവരെ ക്ഷമിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നറിയാം. അതാണല്ലോ പലപ്പോഴും ഞാൻ ഈ കാര്യം പറയാൻ വരുമ്പോഴേക്ക് അച്ഛൻ ആ സംഭാഷണം തുടങ്ങി വയ്ക്കും മുന്നേ തന്നെ ഒഴിഞ്ഞു മാറിയിരുന്നത്. ഇനിയും പറ്റില്ല അച്ഛ, അവൾക്കെന്നെ ഇഷ്ടമാണ്, എനിക്കിവളെയും. പറ്റിയ അച്ഛൻ ഞങ്ങളെ ഒരുമിച്ച് ജീവിക്കാൻ അനുഗ്രഹിക്കണം. ഇനിയും നിങ്ങളെ എതിർത്തുകൊണ്ട് ഇവിടെ നിന്നും ഇറങ്ങിപ്പോകാൻ എനിക്ക് വയ്യ. ഞാൻ പോയാലും ഇവൾ എൻ്റെ കൂടെ വരുമോ എന്ന് സംശയമാണ്. അവസാനത്തെ വാചകം പറയുമ്പോൾ പതിഞ്ഞു പോയിരുന്നു അവൻ്റെ സ്വരം. അച്ഛൻ്റെ തീരുമാനം എന്താകുമെന്നറിയാതെ അസ്വസ്ഥപ്പെടുന്നൊരു മനസ്സ് അവൾക്കുമുണ്ടായിരുന്നു. മുഖമുയർത്തി ആരെയും നോക്കാൻ നിദ്ര ധൈര്യപ്പെട്ടില്ല. എല്ലാം ഇങ്ങനെയാക്കി തീർത്തത് താനാണല്ലോ എന്നൊരു കുറ്റബോധം അവളെ വേട്ടയാടി. ഒന്നും വേണ്ടിയിരുന്നില്ല. വന്നപാടെ ചെന്നിതുപോലെ കെട്ടിപ്പിടിച്ചാൽ തീർക്കാവുന്ന പ്രശ്നം മാത്രമേ തങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നുള്ളൂ. മഹാദേവന്റെ ഭാഗത്തു നിന്നും ഒരു പൊട്ടിത്തെറിക്ക് വേണ്ടി കാക്കുകയായിരുന്നു രുദ്രൻ. നിദ്രയെ തെറ്റു പറയാൻ അവനെ കൊണ്ടാകില്ല. ഡേവിഡ് അല്ലെങ്കിൽ അയാൾക്ക് പകരം മറ്റൊരുത്തനെ കൊണ്ട് നിർത്തും. അവൾക്ക് വരനായി മഹാദേവൻ. അതാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് രുദ്രൻ അറിയാം. അച്ഛനതിന് സമ്മതിക്കണം. ഇവളുടെ ആഗ്രഹം പോലെ ഒരു വിവാഹം അത് ഞങ്ങൾക്ക് നടത്തി തരണം. രുദ്രൻ സ്വരം താഴ്ത്തി മെല്ലെ പറഞ്ഞപ്പോൾ നിദ്ര ഒന്നുകൂടെ അവൻ്റെ നെഞ്ചിലേക്ക് മുഖമാഴ്ത്തി. ആർക്കും വിട്ടുകൊടുക്കില്ലെന്ന മട്ടിൽ അവളെ ചേർത്ത് പിടിച്ചിരുന്നു രുദ്രൻ. പക്ഷേ രുദ്രനെ ഞെട്ടിച്ചുകൊണ്ട് മഹാദേവൻ പൊട്ടിച്ചിരിക്കുകയാണ് ഉണ്ടായത്. പകച്ചുകൊണ്ട് രുദ്രനും നിദ്രയും നോക്കുമ്പോൾ ഡേവിഡിൻ്റെ ദേഹത്ത് കൈവച്ചും അടിച്ചുമെല്ലാം മഹാദേവൻ അവരെ കളിയാക്കും പോലെ ചിരിക്കുന്നുണ്ട്. കൂടെ ഡേവിഡും ഗായത്രി ദേവിയും ചിരിച്ച മുഖത്തോടെ തന്നെയാണ് നിൽക്കുന്നത്. നിദ്രയ്ക്കുമൊന്നും മനസ്സിലായില്ല. മുഖം ഉയർത്തി നോക്കുമ്പോൾ മഹാദേവൻ വന്ന് അവളെ പിടിച്ചു വലിച്ച് അവളുടെ തോളിൽ കൈ ചേർത്തു നിന്നു. അവളെൻ്റെ മരുമകളായാണ് ഈ വീട്ടിലേക്ക് വന്നത്. ഇപ്പം എൻ്റെ മകളായാണ് ജീവിക്കുന്നതെങ്കിലും മരുമകൾ എന്ന സ്ഥാനത്ത് നിന്നൊരു മാറ്റം അവളും ആഗ്രഹിച്ചിട്ടില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. കപടമായി സ്നേഹമെല്ലാം വലിച്ചെറിഞ്ഞ് ഒരിക്കൽ നീ അവളുടെ യഥാർത്ഥ സ്നേഹത്തിനായി കൊതിക്കുന്ന കാലം വരുമെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു. രുദ്രനെ നോക്കി മഹാദേവൻ പറഞ്ഞു. അവൻ വിശ്വസിക്കാൻ വയ്യാത്തവണ്ണം അച്ഛനെ തറഞ്ഞു നോക്കി. ഗായത്രി ദേവി മുഖത്തൊരു നറുചിരിയോടെ നിൽക്കുന്നുണ്ട്. ഡേവിഡ് ആദ്യമേ തന്നെ എന്നോടെല്ലാം പറഞ്ഞിരുന്നു. ഈ പെൺപിള്ളേർ നിന്നെ കൊടുക്കാൻ ഒപ്പിച്ച പണിയാണിതെല്ലാം. പിന്നെ ഞാൻ ഇതിനൊക്കെ കൂട്ടുനിന്നത് നീ എൻ്റെ മുഖത്ത് നോക്കി നിന്റെ ഭാര്യയെ വേണമെന്ന് പറയുമോ എന്നറിയാൻ വേണ്ടി തന്നെയാടാ മോനെ. കുറെ വിഷമിച്ചതല്ലേ അവള്. അവൾക്ക് വേണ്ടി എന്നും നീ ഇതുപോലെ മുന്നിൽ നിന്ന് സംസാരിക്കാൻ ഉണ്ടാകുമോ ഇല്ലയോ എന്നൊക്കെ എനിക്ക് ഉറപ്പ് വരണ്ടേ. മഹാദേവൻ കൂട്ടിച്ചേർത്തപ്പോൾ നിദ്ര അത്ഭുതത്തോടെ അദ്ദേഹത്തെ നോക്കി കുറച്ചു നേരം. പിന്നെ ആ ചുമലിൽ തലചേർത്ത് ചിരി കടിച്ചു പിടിച്ച് രുദ്രനെയും നോക്കി. അവൻ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്നൊരു പിടിയും കിട്ടാതെ നിൽപ്പാണ്. പെൺകുട്ടികളുടെ കൂട്ടത്തിൽ നിന്നും ഇത്രയും വേഗം സസ്പെൻസ് പൊളിഞ്ഞൊരു വിഷമവും സംസാരവും ഒക്കെയാണ്. പകച്ചു നിൽക്കുന്ന രുദ്രന്റെ അടുത്തേക്ക് തന്നെ മഹാദേവൻ നിദ്രയെ നീക്കി നിർത്തി കൊടുത്തു. അവൻ എന്താണ് പറയേണ്ടതെന്നൊന്നും അപ്പോൾ അറിയില്ലായിരുന്നു. മനസ്സിലൊരു ഉത്സവം നടക്കുന്ന പ്രതീതി തന്നെയായിരുന്നു അവന്. കൈവിട്ടു പോയി എന്ന് കരുതിയിടത്തു നിന്നും എല്ലാം കൈപ്പിടിയിൽ ഒരുങ്ങിയ അവസ്ഥ. നിദ്രയുടെ ചിന്തകളും വ്യത്യസ്തമല്ല. നീ എന്തു കരുതി പിന്നെ നിന്റെ പെണ്ണിനെ നിന്റെ മുന്നിൽ വെച്ച് വേറെ ആർക്കെങ്കിലും കെട്ടിച്ചു കൊടുക്കുമെന്നോ? ഞങ്ങളത് വിചാരിച്ചാലും ഈ പെണ്ണതിന് സമ്മതിക്കുമോടാ? പിന്നെ നിന്റെയും മസിൽ പിടുത്തത്തിന് വെച്ച് നോക്കുമ്പോൾ ഈ പെൺപിള്ളേർ ചെയ്തതൊക്കെ കുറഞ്ഞു പോയെന്ന് എനിക്ക് പറയാനുള്ളൂ. ഗായത്രി ദേവി കൈകൾ രണ്ടും മാറിൽ പിണച്ചു കെട്ടി ഒരു കള്ളനോട്ടം നോക്കി അവനെ. രുദ്രൻ പെൺപടകളെ രൂക്ഷമായി നോക്കിയപ്പോൾ അവരൊക്കെ ഒന്നും അറിയാത്ത ഭാവത്തിൽ സീലിംഗ് നോക്കി നിൽപ്പുണ്ട്. നിദ്ര അവരെ വെറുതെ വിട്ടേക്കാൻ അവനോട് കണ്ണുകൾ കൊണ്ട് ആങ്ങി കാണിച്ചു. അപ്പം പിന്നെ ഇനി ഞങ്ങൾക്ക് പോകാലോ? ഇതിനു വേണ്ടി മാത്രമാണ് ഞങ്ങൾ വന്നത്. നാട്ടിൽ വന്നിട്ട് ഇതുവരെ കുടുംബത്ത് കയറാത്തതിന് വീട്ടിൽ നിന്ന് കേൾക്കാം വേറെ. ആനി ചിരിയോടെ പറഞ്ഞു. അവർ അന്ന് രാത്രി തന്നെ മടങ്ങുകയാണെന്ന് കേട്ടപ്പോൾ നിദ്രയ്ക്ക് വിഷമമായി. എല്ലാവരെയും ഇടയ്ക്കൊക്കെ വീട്ടിലേക്ക് വരാൻ ക്ഷണിച്ചുകൊണ്ടാണ് അവർ യാത്ര അയച്ചത്. ഇനി എന്താ നിങ്ങളുടെ പ്ലാന്? വലിയ പാർട്ടിയൊക്കെ നടത്തി ഒരു രണ്ടാം ഘട്ടങ്ങ് നടത്തിയാലോ? ആദ്യത്തെ കല്യാണം ആർക്കും മനസ്സമാധാനത്തോടെ കൂടാൻ പറ്റിയില്ലല്ലോ. മഹാദേവൻ അഭിപ്രായപ്പെട്ടു. നിദ്രക്കതിൽ താല്പര്യമില്ലായിരുന്നു. ഇനിയും അത്രയും വലിയ ആളും ആരവും അതിൻ്റെ നടുവിൽ കാഴ്ചപാത്രമാകുന്നതും അവൾക്ക് ചിന്തിക്കാൻ വയ്യ. വേണ്ടച്ച, ഇനിയൊന്നും വേണ്ട. നമ്മുടെ തറവാട്ടമ്പലത്തിൽ പോയി ഒരു ചെറിയ താലികെട്ട്, അത്രയും ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അതുപോലെ എന്നൊരർത്ഥത്തിൽ നിദ്ര മുഖം ഉയർത്തി രുദ്രനെ നോക്കി. അതുമാത്രം പോരാച്ച, ജീവിതകാലം മുഴുവനും ഇവൾ എൻ്റെ ഭാര്യയായിരിക്കുമെന്നതിനൊരു കോൺട്രാക്റ്റ് കൂടി വെക്കണം. രജിസ്റ്റർ മാരേജ്.
ചിരിയോടെ രുദ്രൻ പറഞ്ഞപ്പോൾ നിദ്ര കണ്ണുരുട്ടി. നിദ്ര മുഖം വീർപ്പിച്ച് പഴയതെല്ലാം ഓർക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സും നിറഞ്ഞിരുന്നു. നാളുകൾക്ക് ശേഷം ആ വീട്ടിൽ സമാധാനം വന്നെത്തിയതുപോലെയാണ് ഗായത്രി ദേവിക്ക് തോന്നിയത്. എൻ്റെ മക്കൾ ജീവിതാവസാനം വരെ ഇതേ സ്നേഹത്തോടെ കഴിയണേ ഈശ്വര. അവർ മനസ്സൊരുക്കി പ്രാർത്ഥിച്ചു. നിദ്രയുടെ ഫ്രണ്ട്സ് എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ വീട് ശാന്തമായതുപോലെയാണ്. പ്രാർത്ഥനകളോടെ കണ്ണ് നിറഞ്ഞു നിൽക്കുന്ന അമ്മയുടെ അടുത്തേക്ക് നിദ്ര ചെന്നെത്തി. അവളുടെ കണ്ണും നിറഞ്ഞിരുന്നു. എന്നെ ഇവിടെ വരെ ജീവിക്കാൻ പ്രേരിപ്പിച്ചതുപോലും അമ്മയും അച്ഛനുമാണ്. ഇപ്പോൾ എൻ്റെ ജീവനും ജീവിതവുമൊക്കെ തിരിച്ചു തന്നതും നിങ്ങളാണ്. ഒരു പെൺകുട്ടിക്കും ഇത്രയും നല്ല മാതാപിതാക്കളെ കിട്ടില്ല. ഒരുപാട് തെറ്റുകൾ അറിയാതെ ഞാനും നിങ്ങളോട് ചെയ്തിട്ടുണ്ട്. എല്ലാം മറന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണം. നിദ്ര നിറുകണ്ണുകളോടെ അവരുടെ കാലുകളിലേക്ക് വീഴാൻ തുടങ്ങിയതും ഗായത്രി ദേവി അമ്പരപ്പോട് അവളെ പിടിച്ചുയർത്തി ബലമായി ചേർത്ത് പിടിച്ച് അവളുടെ നെറ്റിയിൽ മുത്തി. നീ ഞങ്ങളുടെ മകളല്ലേ? നിനക്ക് ഈ ജീവിതത്തിലെല്ലാം ബെസ്റ്റ് വേണമെന്നല്ലേ ഞങ്ങൾ ആഗ്രഹിക്കൂ. അവർ തികട്ടി വന്ന കരച്ചിൽ അടക്കിക്കൊണ്ട് നിദ്രയെ ചേർത്ത് പിടിച്ചു നിന്നു. തറവാട്ടമ്പലത്തിൽ വെച്ച് ഒരു ചെറിയ താലികെട്ട് നിദ്രയുടെ സ്വപ്നം പോലെ മനോഹരമായിരുന്നു അത്. അവളൊരു കരിനീല ടിഷ്യൂ സിൽക്ക് കരയുള്ള സെറ്റുമുണ്ടാണ് ഉടുത്തത്. ഗായത്രി അമ്മ അവൾക്ക് ഭംഗിയായി ചെറിയ ഞൊറിവുകൾ വെച്ച് എടുത്തു കൊടുത്തു. കഴുത്തിലൊരു നീലക്കല്ല് പതിച്ച ചോക്കർ സെറ്റ് മാത്രമേ നിദ്ര അണിഞ്ഞിരുന്നുള്ളൂ. അതിന് മാച്ചിങ് കമ്മലും ഓരോ വളകളും അണിഞ്ഞിരുന്നു. നെറ്റിയിലൊരു കുഞ്ഞു നെറ്റിച്ചൂട്ടിയും അരയിൽ വളരെ വീതി കുറഞ്ഞ അരപ്പട്ടയും ചുറ്റിയിരുന്നു. കഴിഞ്ഞു ആഭരണങ്ങൾ. മിതമായ ഒരുക്കം മാത്രമേ മുഖത്തുമുണ്ടായിരുന്നുള്ളൂ. അവളുടെ തിളങ്ങുന്ന ചർമ്മമുള്ള മുഖം ഒരു ചന്ദ്രനെ പോലെ പ്രകാശിച്ചിരുന്നു. കവിളിൽ ചുവപ്പ് രാശി. കണ്ണുകൾ മെല്ലെ മാത്രം വാലിട്ടെഴുതി. നെറ്റിയിൽ ഒരു നീലക്കല്ലിൻ്റെ പൊട്ടും വെച്ചിരുന്നു. മുടിമെടിഞ്ഞിട്ട് കെട്ടി മുല്ലപ്പൂവും വയലറ്റ് ഡൈസിയുടെ വേണിയും നിദ്രമുടിയിൽ ചൂടിയിരുന്നു. രുദ്ര നീലക്കുർത്തിയും മുണ്ടും തന്നെയായിരുന്നു ധരിച്ചത്. താടിയും മുടിയുമെല്ലാം ഒന്ന് വെട്ടിയൊതുക്കി അല്പം ഒന്ന് വണ്ണം വെച്ച് കൂടുതൽ സുന്ദരനായതുപോലെ രുദ്രൻ അവൾക്ക് തോന്നിച്ചു. അവർ ഇരുവരും തുളസിക്കിടയിലെ നീല ഡൈസി പൂക്കൾ ചേർത്ത് കെട്ടിയ ഹാരമാണ് ഇട്ടിരുന്നത്. അവർ ഇരുവരും ഒരുമിച്ച് നിൽക്കുമ്പോൾ ശിവപാർവതിമാർ ചേർന്ന് നിൽക്കുന്നത് പോലെയാണ് ഗായത്രി ദേവിക്ക് അനുഭവപ്പെട്ടത്. നിദ്രയുടെ കൂട്ടുകാരും വളരെ വേണ്ടപ്പെട്ട കുറച്ച് ബന്ധുക്കളും മാത്രമാണ് താലികെട്ടിനുണ്ടായിരുന്നത്. സത്യഭാമയും കുടുംബവും വന്നിരുന്നു. അവരെ നിദ്ര ക്ഷണിച്ചിരുന്നു. ശരണ്യ അവളെ ആദ്യം കണ്ടപ്പോൾ തന്നെ കണ്ണീരോടെ വന്ന് മാപ്പ് പറഞ്ഞു. അടുത്ത ആഴ്ച ശരത്തും ആദിത്യയും തമ്മിലുള്ള വിവാഹമാണ്. അതിനവരെ പ്രത്യേകം ക്ഷണിച്ചിട്ടുണ്ട്. താലി ചാർത്തിക്കോളൂ. പൂജ കഴിഞ്ഞപ്പോൾ താലി രുദ്രൻ്റെ കൈകളിലേക്ക് തട്ടിൽ നിന്നും എടുത്ത് കൈമാറിക്കൊണ്ട് പൂജാരി പറഞ്ഞു. നിദ്രയെ കൈപിടിച്ചു കൊടുത്ത് മഹാദേവൻ തന്നെയാണ്. നിദ്രയുടെ കണ്ണുകളഴിച്ച് കൈകൂപ്പി പ്രാർത്ഥിച്ചു നിൽക്കുമ്പോൾ രുദ്രൻ അവളുടെ കഴുത്തിൽ താലി ചാർത്തി. ഇരുവരുടെയും മനസ്സ് നിറഞ്ഞതുപോലെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അതിനുശേഷം രജിസ്റ്ററിൽ ഒപ്പുവെക്കുമ്പോൾ നിദ്ര രുദ്രനെ ഒന്ന് നോക്കി. വിവാഹത്തിന് മുന്നായി അവൻ വന്ന് ഭീഷണിപ്പെടുത്തി അവളെ കൊണ്ട് കോൺട്രാക്റ്റിൽ ഒപ്പുവെപ്പിച്ചപ്പോൾ ആരെങ്കിലും കരുതിക്കോ ഇങ്ങനെ ഒരിക്കൽ കൂടി ഒരു ഒപ്പ് വെക്കേണ്ടി വരുമെന്ന്. അവൾക്ക് ചിരി വന്നു പോയി. രുദ്രൻ കണ്ണുകൊണ്ട് എന്താണെന്ന് ചോദിക്കുമ്പോൾ നിദ്ര ഒന്നുമില്ലെന്ന് കണ്ണു ചിമ്മി കാണിച്ചു. അവരുടെ ഓർമ്മയിൽ സൂക്ഷിക്കാൻ മാത്രം പേരിനെ കുറച്ച് ഫോട്ടോസ് എടുത്ത് വെച്ചിരുന്നു ചടങ്ങുകളുടെ കൂടെ. അതിനുശേഷം അമ്പലത്തിൽ വെച്ച് തന്നെ വന്നവർക്കൊരു ചെറിയ സദ്യ. അതോടൊപ്പം ആർഭാടങ്ങളൊന്നുമില്ലാത്ത ആ കുഞ്ഞു വിവാഹം കഴിഞ്ഞിരുന്നു. വീട്ടിലെത്തിയപ്പോൾ വൈകുന്നേരം കഴിഞ്ഞു. വന്നവരൊക്കെയും തങ്ങാതെ തിരികെ പോയി. നിദ്രയും രുദ്രനും ഇനി അധികം വീട്ടിൽ നിൽക്കില്ല എന്നാണ് തീരുമാനം. എറണാകുളത്ത് അവൻ്റെ വില്ലയിലേക്കാണ് അവർ തിരിച്ചു പോകുന്നത്. കുറച്ച് നാളുകൾ അവർ ഒന്നിച്ച് തനിയെ ആരുടെയും ശല്യം കൂടാതെ നിൽക്കട്ടെ എന്ന് അച്ഛനും അമ്മയും കരുതി. നിദ്രയ്ക്ക് വേണ്ടി ഒരു ചെറിയ സോഫ്റ്റ്വെയർ കമ്പനി ഓപ്പൺ ചെയ്തു കൊടുക്കാൻ രുദ്രൻ തീരുമാനിച്ചു. അവൾ അത്രയും നാൾ സ്വരുക്കൂട്ടി വെച്ചിരുന്ന പണത്തിൻ്റെ ഒരു വിഹിതം കൂടി അതിലേക്ക് കരുതിയിരുന്നു. രാത്രി നിദ്രമുറിയിലേക്ക് കടക്കുമ്പോൾ രുദ്രനെ കാണുന്നില്ലായിരുന്നു. ബാൽക്കണിയിൽ നോക്കി അവിടെയും കാണാത്തതുകൊണ്ട് നിദ്ര പുറത്തൊക്കെയും നോക്കി. ഈ വീടിനു വെളിയിൽ മാത്രമേ നോക്കാനുള്ളൂ എന്ന് കണ്ടതും അവൾക്ക് ഭയമായി. ഈ നേരത്തത് എവിടെ പോയി? അമ്മയോടോ മറ്റോ ചോദിക്കാമെന്ന് കരുതിയാൽ അവരൊക്കെ കിടന്നു കഴിഞ്ഞു. ഫോൺ വിളിച്ചിട്ട് രുദ്രനെ അവൾക്ക് കിട്ടിയതുമില്ല. നിദ്രയ്ക്ക് നിരാശയായി. ഇത്രയും ആഗ്രഹിച്ച് മോഹിച്ച് പ്രാർത്ഥിച്ച് എല്ലാം ഭംഗിയായി ഒരു നിമിഷത്തിനായി കാത്തിരിക്കുമ്പോൾ എങ്ങോട്ടേക്കാണ് പോയത്? പുറത്തുകൂടി നോക്കിക്കളയാമെന്ന് കരുതി മെല്ലെ വാതിൽ തുറന്ന് ഒരു കാല് മാത്രമേ പുറത്തേക്ക് വെച്ച ഓർമ്മ അവൾക്കുള്ളൂ. അപ്പോഴേക്കും നിദ്ര വായുവിൽ ഉയർന്നു പൊങ്ങി.
ആരുടെയോ കൈകൾ ഇടുപ്പിൽ അമർന്ന് അവളെ വായുവിലേക്ക് ഉയർത്തി. നിദ്ര ഭയന്ന് അലറാൻ തുടങ്ങിയതും അവളുടെ വാ കൂടി പൊത്തി. ഒച്ച വെക്കല്ലേ. കാതിൽ മന്ത്രിക്കും പോലെ രുദ്രന്റെ ശബ്ദം. അവളുടെ ശരീരമാകെ കുളിർന്ന് രോമങ്ങൾ എഴുന്നേറ്റു നിന്നിരുന്നു. അവൾക്ക് ആശ്വാസമായി. അവളെ കൈകളിൽ എടുത്തവൻ പുറത്തേക്ക് നടന്നു. ഇതെങ്ങോട്ടാണ് ഈ പോകുന്നത്? അവൾക്കൊരു പിടിയും കിട്ടിയില്ല. അതൊക്കെ ഉണ്ട് പെണ്ണേ.